ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ലാംഗ്വേജ് കോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ്. നമ്മുടെ DLED ജനറൽ കോഴ്സ് നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഇന്ന് തന്നെ വരും, അല്ലെങ്കിൽ നാളത്തേക്ക് മിക്കവാറും ഉണ്ടാവും. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ DLEDൻ്റെ ഓരോ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലും കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് DLED ലാംഗ്വേജ് കോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അതായത് ഹിന്ദി, അറബിക്, ഉറുദു, സംസ്കൃത് കോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. education.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളിവിടെ വരുമ്പോൾ അനൗൺസ്മെൻറ്റ്സ് എന്നുള്ളിടത്ത് ഫസ്റ്റ് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ DLED ഹിന്ദി കോഴ്സിലേക്ക് 2024-26 വർഷം ശാസ്ത്രീയ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് യോഗ്യതയുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് കാണാം. അതായത് ഇതിപ്പോൾ വന്നിരിക്കുന്ന ലാംഗ്വേജ് കോഴ്സാണ്. അതായത് ഹിന്ദി, അറബിക്, ഉറുദു, സംസ്കൃത് ഈ 4 കോഴ്സുകളുടെ ആ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് അപേക്ഷിക്കാനുള്ളതാണ്. സെൽഫ് ഫിനാൻസ് കോളേജിൽ ഹിന്ദി കോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അതിലേക്ക് അപേക്ഷിക്കേണ്ടവർക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ DLED ഹിന്ദി, അറബിക്, ഉറുദു, സംസ്കൃത് പൊതുക്കോട്ട അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നുണ്ട്. അപ്പം അത് ഗവൺമെൻറ് എയ്ഡഡിലേക്ക് അപേക്ഷിക്കാനുള്ളതാണ്. 4 കോഴ്സുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡിലേക്ക് അപേക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് എന്നുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 50% മാർക്കോടെ +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയായിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ യോഗ്യതാ പരീക്ഷ പാസ്സാവാൻ 3 ചാൻസിൽ കൂടുതൽ എടുത്തിട്ടുള്ളവർ ഈ കോഴ്സിന് അപേക്ഷിക്കുവാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. 3 പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ +2 എഴുതി പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, +2 പകരം മറ്റ് തത്തുല്യ കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവർ പ്രസ്തുത സർട്ടിഫിക്കറ്റ് +2 തുല്യമാണ് എന്ന് തെളിയിക്കുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പിന്നെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് യോഗ്യതാ പരീക്ഷയ്ക്ക് നിശ്ചയിച്ച മാർക്കിൽ 5% ഇളവ് അനുവദിക്കുന്നതാണ്. OBC വിഭാഗത്തിന് 5% ഇളവുണ്ട്. 45% ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST-കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിധിയൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മതി. പിന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അപേക്ഷകരുടെ യോഗ്യത തെളിയിക്കുന്ന എല്ലാവിധ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ അതാത് സെൻറ്ററുകളിലെ പ്രിൻസിപ്പാൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം അഡ്മിഷൻ നൽകേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അപേക്ഷാ ഫോമിലുള്ള എല്ലാ കോളങ്ങളും നിങ്ങൾ പൂരിപ്പിക്കേണ്ടതാണ്. അതായത് ഒരു കോളവും നിങ്ങൾ വെറുതെ ഇടാൻ പാടില്ല. ഇല്ല എന്നുള്ളിടത്ത് ഇല്ല എന്ന് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സെയിം നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് നിങ്ങളുടെ അപേക്ഷാ ഫോറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അപേക്ഷാ ഫോറം. അപ്പം ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം അതിൽ തന്നെയാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോറം ഫില്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനിയും ഓരോ കോഴ്സിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള യോഗ്യതയാണ് പറയുന്നത്. ആദ്യം DLED ഹിന്ദിയാണ് പറയുന്നത്. അത് ഹിന്ദി 2ാം ഭാഷയായുള്ള സെക്കൻഡറി പരീക്ഷാ വിജയം, അതായത് നിങ്ങൾ +2 സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി എടുത്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ +2 അല്ലെങ്കിൽ SSLCക്കോ ഹിന്ദി അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് എടുത്തവർക്ക് ചെയ്യാം. പിന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ പ്രവീൺ പരീക്ഷ വിജയവും, പിന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയവും കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ ആചാര്യ പരീക്ഷാ വിജയം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് വായിച്ചു നോക്കുക. ഞാൻ അതെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് ലാഗായിപ്പോൾ. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി ആ യോഗ്യത എന്താണെന്നുള്ളത്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് DLED അറബിക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ DLED സംസ്കൃതം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ DLED ഉറുദു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യോഗ്യത നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഈ യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനിയും പറയുന്ന പ്രായപരിധിയാണ്. അപേക്ഷകർ 1/7/2024 17 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 35 വയസ്സ് തികയാൻ പാടില്ലാത്തതുമാണ്. പിന്നെ SC/ST വിഭാഗക്കാർക്ക് 5 വർഷം ഇളവ് പറയുന്നുണ്ട്. അതായത് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ OBC വിഭാഗമാണെങ്കിൽ 3 വർഷമാണ്. അതായത് 38 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അംഗീകാരമുള്ള ടീച്ചിങ് സർവീസ് ഉള്ളവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ സർവീസ് കാലാവധിയുടെ അത്രയും വർഷം ഇളവ് ലഭിക്കും. ഓക്കെ.
ഇനി ഇതിൻ്റെ അപേക്ഷാ ഫീസാണ് പറയുന്നത്. നിങ്ങൾ 10 രൂപയാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ് വരുന്നത്. അപേക്ഷകർ 0202-01-102-92 മറ്റിനങ്ങളിൽ നിന്നുള്ള വരവുകൾ എന്ന ശീർഷകത്തിൽ 10 രൂപ ചെലാൻ അപേക്ഷാ ഫീസിനത്തിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ട്രഷറിയിൽ അടയ്ക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രഷറിയിൽ പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന, അതായത് 02-01-102-92 മറ്റിനങ്ങളിൽ നിന്നുള്ള വരവുകൾ, ഇതാണ് ആ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്. ആ ഒരു ഹെഡിങ്ങിൽ നിങ്ങൾ 10 രൂപയുടെ ചെലാന് ട്രഷറിയിൽ നിന്ന് എടുക്കേണ്ടതാണ്. ആ ചെലാൻ്റെ റെസിപ്റ്റാണ് നമ്മൾ ഈ ഒരു അപേക്ഷയോടൊപ്പം അയക്കേണ്ടത്. ചെലാൻ റെസിപ്റ്റ് ഒറിജിനൽ തന്നെ അയക്കണം, അത് ഡ്യൂപ്ലിക്കേറ്റ് വയ്ക്കാൻ പാടില്ല. പിന്നെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ ഫീസ് എടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്, അവർക്ക് ഫീസ് ഇല്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റായോ ഏതെങ്കിലും രീതിയിലോ അടയ്ക്കുന്നവരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും അപേക്ഷിക്കേണ്ട രീതിയാണ് പറയുന്നത്. അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക അനുബന്ധമായി ചേർത്തിട്ടുണ്ട്, നമ്മൾ മുമ്പേ കാണിച്ചായിരുന്നു, അതാണ് നിങ്ങളുടെ അപേക്ഷാ ഫോറം. അപ്പം ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് അയക്കേണ്ടത്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓരോ കോഴ്സിനും, അതായത് ഹിന്ദി, അറബിക്, സംസ്കൃതം, ഉറുദു വെവ്വേറെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ഹിന്ദിക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഹിന്ദിക്ക് നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കുക. അപ്പം നിങ്ങൾ ഉറുദുവിനും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനും മറ്റൊരു അപേക്ഷയാണ് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് എല്ലാം കൂടെ ഒരു അപേക്ഷയ്ക്കകത്ത് എല്ലാ സബ്ജക്റ്റും എഴുതാൻ സാധിക്കില്ല. ഹിന്ദി, അറബിക്, ഉറുദു എന്ന് കോമ ഇട്ടൊന്നും എഴുതാൻ സാധിക്കില്ല. ഓരോന്നിനും പ്രത്യേകമായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ഈ അപേക്ഷയോടൊപ്പം അയക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ചെലാൻ റെസിപ്റ്റ് ആണ്. നിങ്ങൾ 10 രൂപ ചെലാൻ അടച്ചതിൻ്റെ ആ ഒരു ചെലാൻ റെസിപ്റ്റ് നിങ്ങൾക്ക് വേണം, അത് ഒറിജിനലാണ് വേണ്ടത്. പിന്നെ പറയുന്നത് നിങ്ങളുടെ ജനന തീയതിയും ജാതിയും തെളിയിക്കുന്നതിനായിട്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. പിന്നെ വേണ്ടത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി, അതായത് +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ആണ്. മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും. യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ശതമാനത്തിലേക്ക് മാറ്റി അതത് സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സാക്ഷ്യപത്രവും ഇതോടൊപ്പം ഹാജരാക്കേണ്ടതാണ്, അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് മറ്റ് യോഗ്യതാ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾക്കിപ്പം ഡിഗ്രി പോലെയൊക്കെയുള്ള എന്തെങ്കിലും യോഗ്യത അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ വെക്കുക. അപ്പം ഈ സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ കോപ്പിയാണ് വെക്കേണ്ടത്. ആ കോപ്പി നിങ്ങൾ തന്നെ സൈൻ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതാണ്. സെൽഫ് അറ്റസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ സൈൻ ചെയ്തതായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അടച്ച ചെലാൻ റെസിപ്റ്റ് മാത്രം ഒറിജിനൽ വെക്കണം, അതിൻ്റെ കോപ്പിയല്ല വെക്കേണ്ടത്, അത് മാത്രം ഒറിജിനലാണ് വെക്കേണ്ടത്, ബാക്കിയെല്ലാം കോപ്പി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പറയുന്നത് നിങ്ങളുടെ ഫീസാണ്. നിങ്ങളുടെ അഡ്മിഷൻ ഫീസ് വരുന്നത് 10 രൂപയാണ്. പിന്നെ ട്യൂഷൻ ഫീസ് 150 രൂപ 3 തവണയായിട്ട് നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 450 രൂപയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. പിന്നെ പറയുന്ന ലൈബ്രറി ഫീസ് 10 രൂപ, ഗെയിംസ് ഫീസ് 10 രൂപ, സ്റ്റേഷനറി ഫീസ് 10 രൂപ. അങ്ങനെ മൊത്തം നിങ്ങളുടെ ഫീസ് 500 രൂപയ്ക്ക് അകത്താണ് വരുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ തെരഞ്ഞെടുപ്പ് രീതിയാണ് പറയുന്നത്. യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും സാമുദായിക സംവരണ വ്യവസ്ഥ പാലിച്ചുകൊണ്ടായിരിക്കും കോഴ്സിലേക്ക് പ്രവേശനം നൽകുന്നത്. ഓരോ കോഴ്സിനും വെവ്വേറെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ +2 മാർക്ക് ബേസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ ഒരു +2 മാർക്കിൻ്റെ ബേസിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ റാങ്ക് ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഓരോ കോഴ്സിനും പ്രത്യേകമായിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഹിന്ദിക്കൊരു റാങ്ക് ലിസ്റ്റ്, ഉറുദുവിനൊരു റാങ്ക് ലിസ്റ്റ്, അറബിക്ക് അങ്ങനെ പ്രത്യേകമായിട്ടാണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് സംവരണമാണ്. യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും സാമുദായിക സംവരണം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി പ്രവേശനം നടത്തുന്നതിനാൽ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ എല്ലാ പാർട്ടിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് 3% സീറ്റ് ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പിന്നെ 10% സീറ്റ് EWS വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്ന ട്രെയിനിങ് സെന്ററുകളുടെ കാര്യമാണ്. ഫസ്റ്റ് ഹിന്ദി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ട്രെയിനിങ് PMG ജംഗ്ഷൻ തിരുവനന്തപുരം 100 സീറ്റാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ TTI എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹിന്ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് രാമവർമ്മപുരം തൃശ്ശൂർ, അവിടെയും 100 സീറ്റ്. അപ്പോൾ ഹിന്ദിക്ക് മൊത്തം 200 സീറ്റാണ് വരുന്നത്. 2 TTIകൾ മാത്രമാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു 2 കോളേജിലേക്കും കൊടുക്കാം. 2 കോളേജ് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. പിന്നെ അറബിക്ക് ഗവൺമെന്റ് TTI കൊല്ലം 50 സീറ്റ്, ഗവൺമെന്റ് TTI മലപ്പുറം 50 സീറ്റ്, ഗവൺമെന്റ് TTI ഫോർ വിമൻ കോഴിക്കോട് 50 സീറ്റ്. അങ്ങനെ മൊത്തം 150 സീറ്റാണ്
അറബിക്ക് വരുന്നത്. പിന്നെ ഉറുദു ആണ്. ഗവൺമെൻറ് TTI മലപ്പുറം 50 സീറ്റ്, ഗവൺമെൻറ് TTI ഫോർ വിമൻ കോഴിക്കോട് 50 സീറ്റ്, 100 സീറ്റാണ് വരുന്നത്. പിന്നെ സംസ്കൃതം ഡയറ്റ് കോഴിക്കോട് വടകര 50 സീറ്റ്. അപ്പം ഇത്രയും സീറ്റുകളാണ്, അല്ലെങ്കിൽ ഇത്രയും കോളേജുകളും ഇത്രയും സീറ്റുകളുമാണ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് കോഴ്സിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഹിന്ദിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കോളേജ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ അറബിക്കാണെങ്കിൽ ആ മൊത്തം കോളേജും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ എത്ര കോളേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു കോളേജ് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാവുന്നതാണ് ഓരോ കോഴ്സിനും. ഓക്കെ, പിന്നെ പറയുന്ന എല്ലാ സെൻറ്ററുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം നൽകുന്നതാണ്. പിന്നെ നിബന്ധനകളാണ് പറയുന്നത്. നിങ്ങളുടെ അപേക്ഷ 10/7/2024 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ജഗതി, തിരുവനന്തപുരം, പിൻ 695014 എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/7/2024 വൈകുന്നേരം 5 മണിയാണ്. ഈ പറയുന്ന അഡ്രസ്സിലേക്കാണ് നിങ്ങളത് അയച്ചു കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ഓർക്കുക. നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്നതും അപാകതകൾ ഉള്ളതുമായ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. പിന്നെ പറയുന്നത് അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ കോപ്പികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം, അല്ലാത്തവ നിരസിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികളാണ് കൊടുക്കേണ്ടത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുത്താൽ മതി. അപേക്ഷയോടൊപ്പം നിങ്ങൾ അയക്കേണ്ടത് ഫോട്ടോ കോപ്പിയാണ്, അത് നിങ്ങൾ ഓർക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ അസൽ, TC എന്നിവ ബന്ധപ്പെട്ട സെൻറ്ററിൽ പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. TC നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതി, നിങ്ങൾ അപേക്ഷയോടൊപ്പം അയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ പറയുന്നത് പ്രവേശനം ലഭിക്കുന്നവർ പിന്നീട് അപേക്ഷയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാലോ മതിയായ മറ്റ് യോഗ്യതകൾ ഇല്ലെന്ന് കണ്ടാലോ പ്രവേശനം അസാധുവാക്കാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന് ഉണ്ട്. അതായത് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ടുള്ളത് കൊടുക്കുക. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അഡ്മിഷൻ തന്നെ നഷ്ടപ്പെടും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കൊടുക്കുന്നതെല്ലാം കൃത്യമായിട്ടുള്ളത് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നവരുടെ ലിസ്റ്റുകൾ, അല്ലെങ്കിൽ സെലക്ഷൻ ലഭിക്കുന്നവരുടെ ലിസ്റ്റ് എല്ലാ ട്രെയിനിങ് സെൻറ്ററുകളിലും ഇമെയിൽ മുഖേന ലഭ്യമാകുന്നതും ഈ പറയുന്ന വെബ്സൈറ്റിലാണ്. www.education.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ആർക്കും നേരിട്ട് കത്തോ മെമ്മോയോ അയക്കുന്നതല്ല. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ ഒന്നെങ്കിൽ നോക്കുക, അത് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യും. റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജുമായിട്ട് വേണമെങ്കിലും ബന്ധപ്പെടാം. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തോന്ന് ചോദിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാം. ഇപ്പോഴല്ല, പിന്നീട് നിങ്ങൾ അപേക്ഷയിൽ അയച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ പറയുന്നത് റാങ്ക് ലിസ്റ്റ് പ്രകാരം അതാത് കോളേജുകളിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അടുത്തത് നിങ്ങളുടെ അപേക്ഷാ ഫോമാണ്. അപ്പോൾ പേജ് നമ്പർ 8 നിങ്ങളുടെ അപേക്ഷാ ഫോം വരുന്നത്. ഇതാണ് നിങ്ങളുടെ അപേക്ഷാ ഫോം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ശേഷം പ്രിൻ്റ് എടുത്തിട്ട് ഈ ഒരു അപേക്ഷാ ഫോമിലാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ളത് നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്കിത് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോളവും വെറുതെ ഇടാൻ പാടില്ല. അല്ല എന്നുള്ളത് അല്ല എന്ന് കൊടുക്കുക. ഓക്കെ, ഒന്നാമത് പറയുന്നത് അപേക്ഷകൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസവും. അപ്പം നിങ്ങളുടെ പേര് SSLC സർട്ടിഫിക്കറ്റ് എടുത്ത് മുമ്പിൽ വെച്ചിട്ട് അതിനകത്ത് നോക്കി കൃത്യമായിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിൻകോഡ് ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതി കൊടുക്കുക. താഴെ B മലയാളത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് മലയാളത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും SSLC സർട്ടിഫിക്കറ്റ് നോക്കി കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ സെക്സ്, അതായത് ഫീമെയിലാണോ മെയിലാണോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വയസ്സാണ് കൊടുക്കേണ്ടത്. ഈ പറയുന്ന ഡേറ്റിൽ പൂർത്തിയാകുന്ന വയസ്സാണ് കൊടുക്കേണ്ടത്. 1/7/2024 നിങ്ങൾക്ക് എത്ര വയസ്സാണോ തികയുന്നത് ആ വയസ്സാണ് കൊടുക്കേണ്ടത്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയും ലഭിച്ച മാർക്കും സർട്ടിഫിക്കറ്റിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെയും എല്ലാ പാർട്ടിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഹാജരാക്കണം. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചതെന്നും കൊടുക്കുക. പിന്നെ യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ ശതമാനം, നിങ്ങളുടെ +2 മാർക്കിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കുക. പരീക്ഷയുടെ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര്, നിങ്ങളുടെ +2 ആണെങ്കിൽ HSC ആയിരിക്കും ആ ഒരു ബോർഡ് നിങ്ങൾ കൊടുക്കുക. അതായത് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ ഒരു പേര് കൊടുക്കുക. പിന്നെ പറയുന്നത് നിങ്ങളുടെ കാസ്റ്റ്, റിലീജിയൻ ആണ്, ജാതി, മതം അത് എഴുതി കൊടുക്കുക. പിന്നെ SC/ST OBC ആണോ എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. SC/ST ആണെങ്കിൽ SC/ST എന്ന് കൊടുക്കുക, OBC ആണെങ്കിൽ OBC എന്ന് കൊടുക്കുക. അംഗീകാരമുള്ള ടീച്ചിങ് സർവീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാലയളവ്, അത് ടീച്ചിങ് സർവീസ് ഉള്ളവരുടെ കാര്യമാണ്, അതവിടെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇല്ലാത്തവരവിടെ ഇല്ല എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക.
അപേക്ഷകർ ഒടുക്കിയ ഫീസ് തുക, ചെലാൻ നമ്പരും തീയതിയും ട്രഷറിയുടെ പേരും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ട്രഷറിയിൽ ചെലാൻ എടുത്തിട്ടുണ്ട്, ആ ഒരു റെസിപ്റ്റിൽ ഈ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. ആദ്യം നിങ്ങൾ ഒടുക്കിയ ഫീസ് 10 രൂപയാണ്, അത് കൊടുക്കുക. അപ്പോൾ അതിൽ ആ ഒരു ചെലാൻ്റെ നമ്പർ ഉണ്ടാവും, അത് നിങ്ങൾ എഴുതി കൊടുക്കുക, കോമയായിട്ട് എഴുതി കൊടുക്കുക. പിന്നെ ആ നിങ്ങൾ ചെലാൻ എടുത്ത ആ ഒരു തീയതി, ഡേറ്റ് കൊടുക്കുക. ആ ട്രഷറിയുടെ ഏത് ട്രഷറിയിൽ നിന്നാണോ എടുത്തത് അതിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, അതെല്ലാം ആ ഒരു ചെലാൻ റെസിപ്റ്റിലുണ്ട്, അതിനകത്ത് നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ പ്രവേശനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന കോഴ്സ്, അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ അവിടെ ഹിന്ദി എന്ന് എഴുതി കൊടുക്കുക. അതല്ല നിങ്ങൾ അറബിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അറബിക്ക് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഏതെങ്കിലും ഒരു കോഴ്സ് മാത്രമേ എഴുതി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അറബിക്കിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിലോ നിങ്ങൾ ഇതുപോലെ തന്നെ വേറൊരു ഫോം, ഈ സെയിം ഫോം തന്നെ നിങ്ങൾ വീണ്ടും പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രവേശനം ആഗ്രഹിക്കുന്ന ട്രെയിനിങ് സെൻറ്ററുകളുടെ പേര് മുൻഗണനാ ക്രമത്തിൽ കൊടുക്കണം. അപ്പോൾ ഹിന്ദി എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മുകളിൽ ആ ഒരു സെൻറ്ററുകളുണ്ട്, TTIകളുണ്ട്. അപ്പം ആ TTIകൾ നിങ്ങൾക്കിപ്പം ഏത് TTIയിലാണ് ആദ്യം പോകാൻ താല്പര്യം, 2 TTIകൾ മാത്രമാണ് ഹിന്ദിക്ക് വരുന്നത്. അതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഏതിലാണ് ഫസ്റ്റ് കൊടുക്കാൻ താല്പര്യം, അല്ലെ ഏത് TTIയിലാണ് ആദ്യം പോകാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് ഒന്നാമത് എഴുതി കൊടുക്കുക, അടുത്തത് രണ്ടാമത് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷകൻ ഭിന്നശേഷിക്കാരനാണോ, ആണെങ്കിൽ ആണെന്നുള്ളവർ ആണെന്ന് കൊടുക്കുക, അല്ല എന്നുള്ളത് അല്ല എന്ന് തന്നെ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അപേക്ഷകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ടതാണോ, അതായത് EWS വിഭാഗമാണെങ്കിൽ ആണെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അല്ലെന്ന് കൊടുക്കുക. EWS സർട്ടിഫിക്കറ്റ് വെക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ ഭിന്നശേഷി ആണെങ്കിൽ ആ ഒരു ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, അത് നിങ്ങൾ ഓർക്കുക. ഇനി അടുത്തത് പറയുന്നത് ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റാണ്. ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഇതോടൊപ്പം വെക്കുന്നതെന്നുള്ള സർട്ടിഫിക്കറ്റുകളാണ് എഴുതി കൊടുക്കേണ്ടത്. ഇപ്പോൾ SSLC ആണെങ്കിൽ SSLC ഉണ്ട്, +2 മാർക്ക് ലിസ്റ്റ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും സംവരണം, റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ വെക്കുന്നതെന്ന് അത് എഴുതി കൊടുക്കുക. അപ്പോൾ അതാണ് ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ സ്ഥലവും തീയതിയും കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പ് കൊടുക്കുക. അപ്പം ഇത്രയുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിന് മുൻപേ ആയിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പം ഈ സെയിം രീതിയിൽ തന്നെയാണ് നിങ്ങൾ സെൽഫ് ഫിനാൻസിലേക്കുള്ള ഹിന്ദി കോഴ്സിൻ്റെയും നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. അതിൽ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം അത് തന്നെയാണ്, സെയിം, ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ സീറ്റുകൾ വരുന്നത് മലബാർ ഹിന്ദി പ്രചാരണ കേന്ദ്രം കൊണ്ടോട്ടി മലപ്പുറം 60 സീറ്റ്, ഭാരത് ഹിന്ദി പ്രചാരണ കേന്ദ്രം അടൂർ പത്തനംതിട്ട 60 സീറ്റ്, പിന്നെ പെർഫെക്റ്റ് ഹിന്ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ണ മലപ്പുറം 60 സീറ്റ്. എങ്ങനെയാണ് സീറ്റ് വരുന്നത്? ഓരോ സെൻറ്ററുകളിലും അനുവദിക്കപ്പെട്ടിട്ടുള്ള സീറ്റുകളുടെ 50% സീറ്റുകൾ മെറിറ്റ് സീറ്റും ശേഷിക്കുന്ന 50% മാനേജ്മെൻറ്റ് സീറ്റും ആയിരിക്കും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. പിന്നെ യോഗ്യതയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് വരുന്നത്. പിന്നെ അപേക്ഷാ ഫീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അയക്കേണ്ടത്. 10 രൂപയുടെ ചെലാൻ തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സെൽഫ് ഫിനാൻസിലേക്ക് അയക്കുന്നവർ ജസ്റ്റ് നിങ്ങളിത് വായിച്ചു നോക്കണം. പിന്നെ ഫീസ് വരുന്നത് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ താഴെ പറയുന്ന ഫീസ് കൃത്യമായി അതാത് സെൻറ്ററുകൾ അടയ്ക്കേണ്ടതാണ്. അഡ്മിഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്. ട്യൂഷൻ ഫീസ് വരുന്നത് 1490 രൂപയാണ് വരുന്നത് പ്രതിമാസം. അതായത് 2 വർഷമാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. അപ്പോൾ ഓരോ മാസവും നിങ്ങൾ ഈ ഒരു തുകയാണ് അടയ്ക്കേണ്ടത്. പിന്നെ ഡെവലപ്മെൻറ്റ് ഫീസ് വരുന്നത് 10,000 രൂപയാണ്. അത് ഓരോ വർഷവും 10,000 വെച്ച് 2 വർഷമായിട്ട് 20,000 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫീസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ഫോമും ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഡിഫറൻസ് വരികയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു സെൽഫ് ഫിനാൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു ഫോമാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പം ഏകദേശം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക്